കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിലൊരു പ്രധാന പങ്ക് അധ്യാപകർക്കുണ്ട്. അധ്യാപകർ മാത്രമല്ല, സമൂഹം, നമ്മുടെ ആദ്യകാലത്ത് ഈ കേരളീയ പൊതുവിദ്യാഭ്യാസം വളർത്തിയെടുത്ത കർഷക സംഘവും ഗ്രന്ഥശാലാ പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെയുള്ളവർക്ക് അതിൽ പങ്കുണ്ട്. ഭരണത്തിൻ്റെ നിലപാടുകളൊരു പ്രധാനമാണ്. അതാണ് കഴിഞ്ഞ 10 വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് ഭരിച്ചിരുന്ന പാർട്ടിയുടെ മുഖപത്രം തന്നെ ഈജിയം തൊഴുത്തെന്ന് വിളിച്ചിരുന്ന വിദ്യാലയങ്ങളെ ഇന്ന് ഇപ്പോൾ അവതാരകൻ പറഞ്ഞതുപോലെ ലോകോത്തരമായി മാറ്റിക്കഴിഞ്ഞു. അടച്ചുപൂട്ടാൻ വെച്ചിരുന്ന വിദ്യാലയങ്ങൾ ഇന്ന് അതിൻ്റെ ഭൗതിക സാഹചര്യം കൊണ്ടും സിനിമയുടെ സൈറ്റ് ആയി പോലെ എടുത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അക്കാദമിക രംഗത്താണെങ്കിൽ ഇന്ന് കേരളം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ പരീക്ഷകൾ, ആ പരീക്ഷയുടെ നടത്തിപ്പ് രീതിയിലൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ അധ്യാപകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് സുപ്രീം കോടതി സെപ്റ്റംബർ 1 2025 സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ചൊരു വിധിയെ തുടർന്ന് ഇന്ത്യയിലാകെയുള്ള ലക്ഷക്കണക്കിന് അധ്യാപകർ ഒരു ആശങ്കയിലാണ്. അത് കേരളത്തിലുമുണ്ട്. സെപ്റ്റംബർ 1 വന്ന വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കോടതിയുടെ മുമ്പിൽ വന്ന ചോദ്യങ്ങൾ 2 പ്രധാനമായും അത് മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ നിന്നും, അതായത് ബോംബെ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി, തമിഴ്നാട്ടിലുള്ള ഹൈക്കോടതി, ഈ 2 സ്ഥലത്തു നിന്നും വന്ന കേസുകൾ ഉൾപ്പെടെ 28ഓളം കേസുകൾ ഒന്നിച്ചെടുത്തൊരു വിധിയാണത്. കോടതിയുടെ മുമ്പിൽ വന്ന 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതിന് ശേഷമാണ് അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ വേണം എന്ന നിബന്ധന വന്നത്. അത് വരുന്നതിന് മുമ്പ് നിയമിതരായവർക്ക് പ്രമോഷന് ആ യോഗ്യത നിർബന്ധമാണോ എന്നുള്ള ചോദ്യം. മറ്റൊന്ന്, ന്യൂനപക്ഷാവകാശമുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ വേണോ എന്നുള്ള 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ന്യൂനപക്ഷാവകാശമുള്ള സ്ഥാപനങ്ങളിൽ ടെറ്റ് വേണം എന്നുള്ള അഭിപ്രായം കോടതി 2 അംഗ ബെഞ്ച് പറഞ്ഞെങ്കിലും ഇതിൽ അന്തിമ വിധി പറയാൻ ഇത് കുറച്ച് വിശാലമായ വിഷയമായതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അത് വേണമെന്നുള്ളതാണ്. എന്നാൽ ഒന്നുകൂടെ കടന്ന് കോടതി പറഞ്ഞത് സർവീസിൽ തുടരണമെങ്കിൽ തന്നെ യോഗ്യതാ പരീക്ഷ വേണം. അതാണ് ഏറ്റവും വലിയ ആശങ്ക. അത്തരം ആളുകൾക്ക് 2 വർഷത്തെ സമയം കോടതി സ്വമേധയാ അനുവദിക്കുകയാണ്. ആ 2 വർഷത്തിനുള്ളിൽ പാസ്സായിക്കോളും. കോടതി തന്നെ പറയുന്നു, പാസ്സായില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവരെ പിരിച്ചുവിട്ട് നിയമവിധേയമായിട്ടുള്ള റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടണം എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഷ. 5 വർഷമേ ഇനി സർവീസ് ബാക്കിയുള്ളൂവെങ്കിൽ അവർക്ക് സർവീസിൽ തുടരാം. പക്ഷേ അവർക്കൊരു പ്രൊമോഷനോ മറ്റോ അർഹത ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുക. ഇത് വലിയ ആശങ്കയാണ്. ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ഏകദേശം 62,000-ഓളം ആളുകളെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അഭിപ്രായം, ഒരു നിശ്ചിതമായ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, അന്നത്തെ കാലത്ത് നിശ്ചയിച്ച യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയ ഒരാളെ പിന്നീട് വരുന്ന ഒരു നിയമത്തിൻ്റെ പേരിൽ പിരിച്ചുവിടുന്നത് തൊഴിലാളി വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ള നിലപാടാണ്. പ്രാകൃതവും കൂടിയാണ്. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു വാക്ക്. അതുകൊണ്ട് അവർക്ക് എക്സംഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ കോടതി വിധി മുഴുവനായി വായിച്ചു പോകുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് നമുക്കതിൽ കാണാൻ കഴിയും. അത് കോടതി മാത്രമല്ല. കോടതി അതിൽ കൃത്യമായി പറയുന്നു, 20-30 വർഷം സർവീസുള്ള യോഗ്യതാ പരീക്ഷ ഇല്ലാത്ത ആളുകൾ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ജഡ്ജിമാരായവരെ പഠിപ്പിച്ചതും തെറ്റില്ലാത്തവരോ. അതുകൊണ്ട് ഇവർ മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കോടതി എന്നുള്ള നിലക്ക് നിലവിലുള്ള നിയമം നടപ്പിലാക്കുന്നത് കുറച്ച് കഠിനമാണെങ്കിലും അത് തെറ്റായി ഞങ്ങൾ കരുതുന്നില്ല.
അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് നിയമമാണ് ഇതിനുള്ളിലെ കുറ്റവാളി. ഈ നിയമം ഉണ്ടാക്കിയത് 2009 ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ശ്രീ കപിൽ സിബിൽ മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേര്. അന്ന് തന്നെ KSTA അന്നത്തെ ജനറൽ സെക്രട്ടറി സി ഉസ്മാൻ മഷീദ് ലേഖനത്തിൽ സൂചിപ്പിച്ചു. ഈ നിയമത്തിൽ എന്താ പറഞ്ഞത്? 1 മുതൽ 8 വരെ കുട്ടികൾക്ക് പിന്നെ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്ന്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 63 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ അങ്ങനെ നിയമം കൊണ്ടുവരുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഇത് ഒരു ചെറുപ്പക്കാരന് ധരിപ്പിക്കുന്ന കുഞ്ഞുടുപ്പാണ്. കേരളത്തിൽ 12ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമുള്ള അടുത്താണ് 8ാം ക്ലാസ് വരെ കൊണ്ടുവരുന്നത്. ഒരു കുഞ്ഞുടുപ്പാണ്. അതോടൊപ്പം നിലവിലുള്ളവരെ ഇതിന് നിർബന്ധിക്കുന്നത് ശരിയല്ല, അത് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ഗവൺമെൻറ്റിനെ പിന്തുണച്ച ഇന്നിപ്പോൾ ഇതിനെതിരെ ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ അന്ന് അതിനെ സ്വാഗതം ചെയ്ത ആളുകളാണ്. കോൺഗ്രസ് അധ്യാപക സംഘടന ഒരു സമരവും ചെയ്തില്ല, ഒരാവശ്യം ഉന്നയിച്ചില്ല. അതിൽ 23ാം വകുപ്പിൽ കൃത്യമായി പറയുന്നു, അധ്യാപക യോഗ്യത നിർണ്ണയിക്കാൻ ഒരു അപ്രോപ്രിയേറ്റ് ഏജൻസി നിശ്ചയിക്കും. ആ അപ്രോപ്രിയേറ്റ് ഏജൻസി നിശ്ചയിക്കുന്ന യോഗ്യതകൾ നിലവിലുള്ള അധ്യാപകർ 5 വർഷം കൊണ്ട് നേടിയിരിക്കണം. പിന്നീട് അപ്രോപ്രിയേറ്റ് ഏജൻസിയായിട്ട് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTA നിശ്ചയിച്ചു. NCTA ആണ് ഓരോ മേഖലയിലും ഒരു യോഗ്യതാ പരീക്ഷ നിശ്ചയിച്ചത്. അത് പിന്നീട് BJP അധികാരത്തിൽ വന്നപ്പോൾ, അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ 2014 വരെ, പിന്നീട് ഒന്നുകൂടെ നീട്ടി 2019 വരെ എക്സ്റ്റൻഷൻ കൊടുത്തു എന്നുള്ളതല്ലാതെ BJP അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോഴത്തെ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അത് തന്നെ തുടരുകയാണ് ചെയ്തത്. അതിനെതിരെ ഇന്ത്യയിലൊട്ടാകെയുള്ള പുരോഗമന അധ്യാപക പ്രസ്ഥാനങ്ങൾ അന്നു മുതലേ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കുറ്റവാളി കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കേരളത്തിൽ അന്നു മുതലേ നമുക്ക് ഒരു ചരിത്രമുണ്ട്. കേരളത്തിലെ ചരിത്രം എന്ന് പറയുന്നത് യോഗ്യതകൾ കാലാകാലങ്ങളിൽ മാറ്റിയിട്ടുണ്ട്, ഇനിയും മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ പുതിയ റിപ്പോർട്ടൊക്കെ വന്ന പ്രകാരം യോഗ്യത ഇനിയും വർദ്ധിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്, സാധ്യതയുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ നിലവിലുള്ളവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അറിയാമായിരിക്കും, അറബി അധ്യാപകരെ സാധാരണ അധ്യാപകരെ പോലെ പരിഗണിച്ചത് സഖാവ് EMS ആണ്. പല ആളുകളും അന്നത്തെ മുഖ്യമന്ത്രിയെ പറയില്ല, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ പറയും. അതെ, ഒരു വിദ്യാഭ്യാസ മന്ത്രി അല്ലല്ലോ ഒരു നയം തീരുമാനിക്കുന്നത്. ഇപ്പം ഈ മലപ്പുറം ജില്ലാ രൂപീകരണമായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണമായാലും പറയുന്നത് CHന്റെ പേരാണ്. CHന്റെ പേര്. യഥാർത്ഥത്തിൽ CH അന്ന് അതിലെ ഒരു മന്ത്രി മാത്രമാണ്. ഒരു ഗവൺമെന്റിന്റെ പോളിസി തീരുമാനിച്ചത് അന്നത്തെ ഇടത് മുന്നണിയാണ്, പൊളിറ്റിക്കൽ തീരുമാനം. EMS ആണ് അന്നത്തെ മുഖ്യമന്ത്രി. അന്ന് അറബി അധ്യാപകരെ കൊണ്ടുവന്നപ്പോൾ വേണ്ടത്ര യോഗ്യതയുള്ളവരുണ്ടായിരുന്നില്ല. അന്ന് 7ാം ക്ലാസ് പാസ്സായി ഒരു എൻട്രൻസ് പരീക്ഷ, ദർസിലൊക്കെ പോയവർ എൻട്രൻസ് പരീക്ഷ എഴുതി അധ്യാപകരായി. മുൻഷിമാർ എന്ന പേരൊക്കെ വന്നു. അതെ. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ അവിടെ ഉണ്ട്. അവർ അറബിയിൽ വളരെ വിദഗ്ധരാണ്. എന്നാൽ ഈ അന്നത്തെ മുസ്ലിം സമുദായം പ്രത്യേകിച്ചും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ദേഷ്യം കൊണ്ടൊക്കെ സ്കൂളിൽ പോകാത്ത കാര്യങ്ങൾ ചരിത്രപരമായ ധാരാളം കാരണങ്ങളാണ് ഒരു പിന്നിലായി. പിന്നീട് നായനാർ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് 10ാം ക്ലാസ് ആക്കി. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാഷ് 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളായിരിക്കണം. അന്നാണ് വലിയ സമരം നടക്കുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. നിലവിലുള്ളവരെയൊക്കെ പിരിച്ചുവിടും എന്ന് പറഞ്ഞ് എല്ലാവരെയും രംഗത്തിറക്കി. ഒരു നമ്മുടെ മലപ്പുറത്ത് ഇന്ന് മലപ്പുറം കോളേജ്, ഗവൺമെൻറ് കോളേജ് ജോലി ചെയ്യുന്നിടത്താണ് അന്നത്തെ കളക്ടറേറ്റിന് മുമ്പിൽ ആദ്യം ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. തുടർന്നുണ്ടായ വെടിവെപ്പിൽ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ 3 ആളുകൾ മരണപ്പെട്ടു. മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ. അതെ. അതിപ്പോഴും ഭാഷാ സമരം എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അത് ഷഹീദ് എന്നാണ് അവർ, ഷഹീദാക്കൾ. അതെ. അത് യഥാർത്ഥത്തിൽ ഈ ഇതിന്റെ തുടർച്ചയാണ്. പക്ഷെ ആ 7ാം ക്ലാസ് പാസ്സായ അധ്യാപകർ മുഴുവൻ ആളുകളും റിട്ടയർ ചെയ്തു, ഒരു ആനുകൂല്യത്തിനും കുറവൊന്നുമില്ല. പ്രൈമറി അധ്യാപകർ പണ്ട് 10ാം ക്ലാസ് ആയിരുന്നു യോഗ്യത കേരളത്തിൽ. പിന്നീട് 12ാം ക്ലാസ് ആക്കി. ആ 10ാം ക്ലാസ്സുള്ള അധ്യാപകർ ഹെഡ് മാസ്റ്റർമാരായി ഒക്കെ റിട്ടയർ ചെയ്തു. ഇപ്പോഴും സർവീസിലുള്ള ആളുകളുണ്ട്. സെറ്റ് കൊണ്ടുവന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. ഹയർ സെക്കൻഡറിയിൽ സെറ്റിന് മുമ്പ് ജോലി ചെയ്തവർക്ക് സെറ്റില്ല എന്നതുകൊണ്ട് പ്രിൻസിപ്പളാക്കാതിരിക്കുകയോ അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ
ഒരു തൊഴിലാളി ആഭിമുഖ്യമുള്ള സമീപനം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്.